إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ മാഇദ 38-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കുന്ന മോഷ്ടാക്കൾക്ക് അവർക്കുള്ള ശിക്ഷയാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു വിശദീകരിക്കുന്നത്. മോഷ്ടാവ്, മോഷ്ടിച്ച പുരുഷൻ, മോഷ്ടിച്ചവളും, അതായത് മോഷ്ടിച്ച സ്ത്രീ, അത് പുരുഷനും സ്ത്രീയും ഒരേപോലെ നിങ്ങൾ മുറിക്കണം. ഐദിയഹുമ, അവർ രണ്ടുപേരുടെയും കൈകൾ മുറിക്കണമെന്നാണ്. അതാണ് ഇസ്ലാമിന്റെ വിധി. നോക്കൂ, നിങ്ങൾ അങ്ങേയറ്റം കഠിനമായ ശിക്ഷയാണ്. കാരണം മോഷണം ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. കാരണം ഒരു മനുഷ്യന്റെ സമ്പത്ത് ഒരാൾ മോഷ്ടിച്ചെടുക്കുകയാണെങ്കിൽ അവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടപ്പെടും. അങ്ങനെ അവന്റെ ജീവിതം മുഴുവനും താളം തെറ്റും. അങ്ങനെ വലിയ കഷ്ടനഷ്ടങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മോഷണം ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതികഠിനമായ ശിക്ഷയാണ്. കൈകൾ മുറിക്കലാണ് അതിന്റെ ശിക്ഷ. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അവർ സമ്പാദിച്ചതുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവരുടെ ആ തരത്തിലുള്ള മോശപ്പെട്ട ആ ദുഷ്ട പൈശാചിക പ്രവർത്തനത്തിലുള്ള ശിക്ഷയാണത്. അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു ശിക്ഷയായിട്ടാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾക്ക് അല്ലാഹു വിശദീകരിച്ചു കൊടുക്കുന്നത്. അല്ലാഹു അസീസുൻ ഹകീം, അവൻ പ്രതാപശാലിയാണ്, അഗാധജ്ഞാനിയുമാകുന്നു എന്നാണ് പറയുന്നത്. അല്ലാഹുവിനറിയാം എന്താണ്, ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. അവൻ അഗാധജ്ഞനാണ്. അത് ഏതാണ് ഉചിതമായത് അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ് എന്നൊക്കെയാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അതൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരിക്കലും മോഷണവുമായി നാം ബന്ധപ്പെടാൻ പാടില്ല. ഒരാളുടെയും മുതൽ നാം അനധികൃതമായി കവർന്നെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കൃത്യമായ മതവിധിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. കൊണ്ട് മോഷണത്തിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കാൻ നാം കൃത്യമായ രൂപത്തിലുള്ള പരിശ്രമം